ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് നിമിഷ നേരം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് കാലത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എന്താണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടും. ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ എൻ്റെ ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് പ്രഷർ കുക്കറിൽ ഒരു 3 വിസിൽ അടിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി അതൊരു ട്രേയിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഗ്ലാസിൻ്റെ മൂട് വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലിവ് ഓയിലൊന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നേരെ അവനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു 15 to 20 മിനിറ്റ്സ് ഞാനൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാനൊരു സവാള നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇലക്ട്രിക് ബ്ലെൻഡറിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതിലേക്ക് ഒരു കുക്കുംബറും ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കുംബറും സവാളയും ചോപ്പ് ചെയ്തതിന് ശേഷം അതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ യോഗേർട്ടാണ്. അപ്പോൾ കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് പെസ്റ്റോ സോസ് ഞാൻ അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. മയണൈസ്, ചില്ലി മയോ, ചില്ലി സീസണിങ് ഇതില്ലാന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി ഉണ്ടല്ലോ, ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്പ്രിംഗ് അണിയൻ, കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി ഞാൻ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാലഡിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള, അതായത് അവനിലേക്ക് വെച്ചിട്ടുള്ള ആ ഒരു സ്മാഷ്ഡ് പൊട്ടാറ്റോ ഉണ്ടല്ലോ, അപ്പോൾ അതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളറിൽ ടെക്സ്ചറായിട്ട് വേണം നമുക്ക് പൊട്ടാറ്റോ റെഡിയാക്കി എടുക്കാൻ. ഇനി അത് നമുക്ക് ഈ ഒരു സാലഡ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു ക്രഞ്ചിനെസ് ആണ് ഈ ഒരു സാലഡ് സ്പെഷ്യലാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രഞ്ചി പൊട്ടാറ്റോ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഇത് ഒരു ബൗൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെവി ഫില്ലിംഗ് ആയിരിക്കും. നല്ല ഹെൽത്തി ആയിട്ട് വേണ്ടവർക്ക് ഈ മയോയുടെ ആ ഒരു സോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ എണ്ണയിൽ പൊരിച്ചിട്ടുള്ള ഇഫ്താർ സ്നാക്സൊക്കെ കഴിക്കുന്ന സമയം കൊണ്ട് ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള സാലഡ്സ് കഴിക്കുന്നതാണ് എന്തുകൊണ്ടും നമ്മുടെ വയറിന് നല്ലത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ ഒരു റെസിപ്പി പുതിയതാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റിഫ്രഷിങ് ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ പകുതി, വലിയ നാരങ്ങയാണെങ്കിൽ പകുതി മതിയാകും കേട്ടോ. അത് തൊലി കളഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാഷ്യൂ നട്ട്സ്, കശുവണ്ടി സോക്ക് ചെയ്ത് വെച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഗ്ലാസ്സിൽ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോക്ക് ചെയ്തിട്ടുള്ള ചിയാ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ അരച്ചെടുത്ത ആ ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ, അതൊന്ന് അരിച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വട്ടമെങ്കിലും നാരങ്ങ ഉപയോഗിച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ ജ്യൂസ് വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫുൾ ചിക്കൻ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഡിന്നറിനായാലും ശരി, ചപ്പാത്തി, അപ്പം, എന്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കോമ്പിനേഷനായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിടില റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരുപാട് സവാള ഇട്ടൊന്നും വഴട്ടൊന്നും വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ വലിയൊരു പാൻ എടുക്കുന്നുണ്ട്. ഫുൾ ചിക്കൻ അല്ലേ, അപ്പോൾ അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട, ഈ പ്ലേറ്റിൽ കണ്ട എല്ലാ സാധനങ്ങളും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവസാനമായിട്ട് ചിക്കൻ്റെ ക്യൂബും ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ പൗഡർ, പിന്നെ ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പകുതി നാരങ്ങ ഞാൻ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഈ ചിക്കൻ ക്യൂബ് ഇട്ടത് കൊണ്ട് തന്നെ
ഈ ഒരു മസാലയുടെ ആ ഒരു ഉപ്പ് നോക്കിയിട്ട് വേണം ഇനി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അവസാനമായിട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫുൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കിൻ കളഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ചിക്കനിലേക്ക് ഞാൻ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. വരഞ്ഞു കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഈ ഒരു മസാല മുകളിലും താഴെയും ഉള്ളിലും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമാണ്, അതായത് ഇതിൻ്റെ ഒരു മാരിനേഷൻ ടൈം മാത്രമേ ഉള്ളൂ ഇതിൽ നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഞാൻ സത്യത്തിൽ ഇതൊന്ന് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേന്ന് എടുത്തിട്ടാണ് ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. മുകൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ ഒന്ന് മറിച്ചും തിരിച്ചു വിട്ടിട്ട് നമുക്കിതൊരു കുറഞ്ഞത് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിത് അതിലെ ആ ഒരു ഗ്രേവിയൊക്കെ മുകളിലേക്ക് കോരി ഒഴിച്ച് അങ്ങനെയൊക്കെ ഞാനൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാനൊരു 6 മുതൽ 8 വരെ കാഷ്യൂനട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് അതുകൂടി ഞാൻ ഈ വെന്ത് വരുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ വരുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇപ്പോൾ ഫുൾ ചിക്കനൊക്കെ കിട്ടുന്ന സമയത്ത് അത് കട്ട് ചെയ്യാനൊക്കെ മടിയുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി കാഷ്യൂനട്ടിൻ്റെ ആ ഒരു പേസ്റ്റ് കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല തിക്കാവും കേട്ടോ, നല്ല ക്രീമി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ തേങ്ങാപ്പാലോ പാലോ തേങ്ങയോ ഒന്നും ഉപയോഗിക്കാതെയാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഫാമിലി, അതൊരു 5 പേരടങ്ങുന്ന ഫാമിലിക്കൊക്കെ ഈസി ആയിട്ട് ഒരു നേരത്തേക്കുള്ള ഫുഡാണിത്. അപ്പോൾ ഡിന്നറിനൊക്കെ ഏതിൻ്റെ ഒപ്പം പോകുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ, ഒരുപാട് വഴറ്റി സമയമൊന്നും കളയണ്ട, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഈ ഒരു ചിക്കൻ റെസിപ്പി ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അടുത്തതായിട്ട് പറയുന്നത് ഒരു ടിപ്പാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള അൽസയൊക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ഗോതമ്പൊക്കെ വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അൽസ റെസിപ്പി. കണ്ണൂർ ഭാഗത്തൊക്കെയാണ് ഇത് ഫേമസ് ആയിട്ടുള്ളത്. സാധാരണ ഇത് മീറ്റ് ഉപയോഗിച്ച് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് പറയുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് ഞാൻ ചേർത്തൊന്ന് വഴറ്റുന്നുണ്ട്. അതിലേക്ക് ഞാൻ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കിസ്മിസ് കൂടി ചേർത്ത് ആ ഒരു നെയ്യിൽ വഴറ്റിയെടുത്ത കിസ്മിസ് കാഷ്യൂനട്ട് ചേർത്ത് നമുക്ക് അൽസ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു അൽസ ഞാൻ ചൂടോടുകൂടി തന്നെ സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലേക്കായിട്ട് കുറച്ച് നെയ്യും അതുപോലെ പഞ്ചസാരയൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു മീറ്റ് ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ആ ഒരു പ്ലെയിൻ ആയിട്ട് അൽസ കഴിച്ച് ശീലിച്ചിട്ടുള്ളവർ ഈ ഒരു രീതിയിൽ നെയ്യിൽ വാട്ടിയെടുത്തിട്ടുള്ള ആ ഒരു ഉള്ളിയും കാഷ്യൂനട്ടും അതുപോലെ അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗറൊക്കെ സ്പ്രിങ്കിൾ ചെയ്തിട്ടുള്ള ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള അൽസ റെഡിയാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്ലേവർ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ റെസിപ്പീസും ഒരു ദിവസം നോമ്പിന് ഉണ്ടാക്കാൻ പറ്റിയ കംപ്ലീറ്റ് മീൽ പ്ലാനാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ വെറൈറ്റി റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ല കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.